ശിവാംഗി പറഞ്ഞ ചില കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ വേണ്ടിയിട്ട് ഒരാളും കൂടെ ചേരേണ്ടതുണ്ട്. അതാണ് ശരിക്കുള്ള. ബിന്നി മാമിനെ വിളിക്കാം. മാം, ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാൻ. അപ്പൊ ഇനിയാണ് ശിവാംഗി സത്യങ്ങൾ പറയാൻ പോകുന്നത്. പക്ഷെ അതിൽ ആദ്യം ഒരു കാര്യം ചോദിക്കട്ടെ. അന്ന് ആ പാട്ട് പാടാൻ കൊണ്ടുപോയതില്ലേ, അതെങ്ങനെയാ കൊണ്ടുപോയത്? ഏത് പാട്ട്? ഓമനെ കുഞ്ഞെ നിന്നെ. ഈ കുഞ്ഞിനെ കൊണ്ടുപോയതോ? കുഞ്ഞിനെ കൊണ്ടുപോയത്. ഇവക്കൊന്നും അറിയത്തില്ലല്ലോ ഇപ്പൊ ഫിലിം പാടാൻ പോവാന്ന്. ഇവിടെ എങ്ങനെ ഞങ്ങളെ കോരി എടുത്തു? ഇവിടെ മാത്രം കൊണ്ടുപോയി പോരെ, ഇവളുടെ തമ്പിയേം കൊണ്ടുപോകണല്ലോ, അനിയനെ. അനിയന് 2 വയസ്സ്, ഇവക്ക് 4 വയസ്സ്. എടുത്തോണ്ട് പോയി. എടുത്തോണ്ട് അവിടെ ചെന്നിട്ട് മക്കളെ ഇതിങ്ങനെ ആ പാട്ടുണ്ടല്ലോ, പഞ്ചാര പാടി പഞ്ചാര ഉമ്മ തരാം വാ വാ, സുജാത ചേച്ചി. അപ്പൊ ശിവാംഗിയാണ് അത് ഇങ്ങനെ പഞ്ചാര ഉമ്മ തരാം അങ്ങനെ പാടിയത്. പാടിക്കേ, അതേപോലെ പാടാൻ പറ്റുമോ? അതേപോലെ വരില്ല. അതൊക്കെ നമ്മളെ ഈ മോണാക്ടിന്റെ ഒക്കെ ആളാണ്. പഞ്ചാര ഉമ്മ തരാം വാ വാ. ഡബ്ബിങ്ങിന് സാധ്യത ഉണ്ടായിരുന്നു. അപ്പൊ ഈ ചിരി എന്ത് ചെയ്ത, അപ്പൊ ഞാൻ ഞാൻ 2 കൈ കൊണ്ട് ഇങ്ങനെ കിക്കിളി കൂട്ടിയപ്പോ അവള് കിക്കിളി കൂടുമ്പോ നമുക്ക് സാധാരണ ചിരി വരില്ല, അങ്ങനെ ചിരിച്ചതാ പാർട്ടി. അല്ല, ഇപ്പോഴും കിക്കിളി കൂട്ടിയാ ചിരിക്കുമെന്ന് പറഞ്ഞു. ഇപ്പൊ ചിരിക്കില്ല. ഇപ്പൊ ഞാൻ കിക്കിളി കൂട്ടാൻ വരുവാണെന്ന് അവള് കാണുകയല്ലേ, അങ്ങനെയൊന്നും ചിരിക്കില്ല. അങ്ങനെ ചിരിച്ചിട്ടും കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ പസങ്ങൾ എന്നുള്ള ഫിലിം ഉണ്ടല്ലോ, അതില് ഗുരുജി പസങ്ക എന്നുള്ള 25 വർഷമായിട്ട് ഞാൻ തമിഴ്നാട്ടിലാണ്. പക്ഷെ എന്നാലും തമിഴിന്റെ അവിടെ ഇവിടെ ഒക്കെ ഇപ്പോഴും കിട്ടില്ല. അതൊരു ഇവളാണ് എന്നെ തിരുത്തി തരണത്. ചിലപ്പോൾ ഇവിടെയൊക്കെ വന്ന് ഞാൻ പറയണത് നമ്മൾ മലയാളീകരിച്ച് ചിലപ്പോൾ തമിഴ് പറഞ്ഞ് ഇവിടെ തെറിയായിരിക്കും ചിലപ്പോൾ. അപ്പൊ ഇവള് പറയും ഇവക്ക് തെറി അറിയാട്ടോ. അപ്പൊ ശരിക്കും തമിഴിലെ മലയാളത്തിൽ അറിയാം, മലയാളത്തിൽ അതെങ്ങനെ നിനക്കറിയാം? പട്ടി പറയണ്ട, ഇത് മാത്രം അറിയുള്ളൂ, അറിഞ്ഞാ മതി. വഴക്കുറയും ചെറിയ വയസ്സിലെ. തെറിയല്ല, ഇതുപോലെ ഭയങ്കര ഇങ്ങോട്ട് വാന്ന് പറഞ്ഞ ഈ കൊച്ച അങ്ങോട്ട് ഓടുമല്ലേ, അപ്പൊ ചിലപ്പോ വിളിക്കും അത്ര. അപ്പൊ എന്റെ ചേച്ചിമാരെന്നെ വഴക്ക് പറയും. ഇപ്പൊ എന്റെ ചേച്ചിമാര് ഇത് ഞങ്ങളുടെ ഇവിടെ വരണേ, ഇവിടെ തമിഴ്നാട്ടില് ഇളനീ ഒരു വലിയ ഒരു ഇതെന്താന്ന് വെച്ചാൽ എല്ലാ കാര്യവും വീട്ടിലേക്ക് വരും. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും സ്വർഗമേ என்றாலோ അത നമ്മോരു പോലെ വരുമാ എന്നെ. ബിക്കോസ് ഇവിടെ മൊബൈൽ ടൈലർ വരെ ഉണ്ട്. രാവിലെ 6 തൊട്ട് പൂ വേണോ, കായ് വേണോ, ഇളനീര് വേണോ, ഇങ്ങനെ വീട്ടിൽ കൊണ്ട് തന്നെ ആരുണ്ട്. ചെന്നൈയിൽ സിനിമയ്ക്ക് വേണ്ടി വന്നവരാണെങ്കിൽ കൂടി അത്യാവശ്യം വരുമാനം ഉണ്ടാക്കുന്നവരാണ് ചെന്നൈയിൽ ജീവിക്കുന്നവരെന്ന് പറഞ്ഞിട്ടുണ്ട്. സിനിമ ചിലപ്പോൾ ഫെയിലൂർ ആയി. പൂ വിൽക്കുന്ന ആൾക്കാരുടെയൊക്കെ മക്കൾ ഇവിടെ എഞ്ചിനീയർമാരാണ് മക്കള്. ഇപ്പൊ ഞാൻ ഈ പൂ മേടിച്ച അവര് പൂ വിൽക്കുന്ന അമ്പലത്തിന്റെ എവിടെയാ കാറും, അവർക്ക് 2 മക്കൾക്കും കാറും, 2 മക്കളും എഞ്ചിനീയറൊക്കെയാണ്. ഇവിടെ അങ്ങനെ പാവപ്പെട്ട ഒരു അതില്ല, എല്ലാവരും പൈസ ഉണ്ടാക്കി. ഇവിടെ എല്ലാ വീട്ടിലും സെർവൻസ് ഉണ്ട്, കുക്സ് ഉണ്ട്, എല്ലാം ടച്ച് ഉണ്ട് കേട്ടോ. ഒരു ഭയങ്കര എനർജി ഉള്ള ഒരു നഗരം തന്നെയാണ് ചെന്നൈ. അതെ അതെ, മുക്കിന് കോവിലും ഇതൊക്കെ ഉണ്ട്. പിന്നെ കലാകേന്ദ്രവും അല്ലേ, കല കൂടുതലുമാണല്ലോ. അതും എല്ലാ ക്ലാസിക് കലകൾക്കും ഇത്രയും ഇമ്പോർട്ടൻസ് ലോകത്തിൽ കൊടുക്കുന്ന ഒരു നാടാണ് ചെന്നൈ. എന്നാ കുടിച്ചോളൂ. മറ്റേ കാര്യം പറയാം. പസങ്ക സിനിമയിൽ ഇതേപോലെ തന്നെ കൃഷ്ണൻ അവളുടെ അച്ഛൻ വിളിച്ചോണ്ട് പോയി. എന്നിട്ട് അവിടെ ചെന്നിട്ട് അകത്ത് നമ്മളെ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തിയിട്ട് കൃഷ്ണൻ തന്നെ പാടിക്കൊടുക്കും. പാട്ട് പാടിക്കടി. അൻപാലെ അഴകാകും വീട് ആനന്ദമതർക്കുള്ളെ തേട് സ്വന്തങ്ങൾ കൈ സേരുമ്പോത് വേറൊന്നും അതർക്കില്ലേ ഈട്. ഇതിങ്ങനെ അപ്പ സൈഡിൽ നിന്ന് പറഞ്ഞു കൊടുത്ത് അപ്പൊ പാടി. ജെയിംസ് വസന്തൻ. ഇതിൽ ഏറ്റവും വലിയൊരു വിശേഷം എന്നാന്ന് പറഞ്ഞാൽ ഗുരുജി ബാലമുരളീകൃഷ്ണൻ ഞങ്ങളുടെ ഗുരുജിയാണ് അതിന്റെ ബാക്കി പാട്ട് പാടിയിരിക്കുന്നത്. സോ അവൾ അതുകൊണ്ട് ഇപ്പം പാട്ടെന്ന് പറയുമ്പോൾ ശിവാംഗി, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണൻ ഇങ്ങനെ വന്നല്ലോ. അപ്പോഴത്തേക്കും എൻ്റെ ഗുരുജിയുടെ കൂടെ ഞാൻ ആദ്യത്തെ പാട്ട് പാടിയില്ലോ എന്നും പറഞ്ഞു. വലിയ സന്തോഷമായി. ശരിക്കും പാട്ട് അമ്മയുടെ കൂടെ പഠിക്കാത്തതിന്റെ കാരണം കാരണല്ല, ഞാൻ ഒരു മികപ്പെരിയ മടിച്ച് ഇൻ ദ വേൾഡ്. അതുകൊണ്ടാ. അല്ല, പക്ഷേ മികപ്പെരിയ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ
അവർക്കറിയാം. ആ നാട്ടുകാർക്ക് തമിഴ് അറിയില്ല എന്ന് ഞാൻ പറഞ്ഞില്ല. പറയണതിന്റെ കൂടെ നടുക്ക് ഇങ്ങനെ ശരി എന്തെങ്കിലും ആവട്ടെ, ഇനി ഒരു അടി ആവണ്ട. അല്ല ശരിക്കും പാട്ട് പഠിക്കാത്തതിന്റെ കാരണം അമ്മ പഠിപ്പിക്കുന്നതുകൊണ്ടാണോ? എന്നാ അച്ഛൻ്റെ അടുത്ത് പഠിച്ചൂടെ? അമ്മയുടെ അടുത്തേ പഠിച്ചില്ല, അച്ഛൻ്റെ അടുത്ത് ആരെങ്കിലും അത് വ്യത്യാസം വ്യത്യാസം. അത് അങ്ങനെ ഒരു റീസൺ ഇല്ല. അപ്പയുടെ അടുത്ത് പഠിക്കുന്നതിന് അമ്മയുടെ അടുത്ത് പഠിച്ച ഒരു ജാലി, അത്രേ ഉള്ളൂ. അല്ല എന്തോ ഒരു വ്യത്യാസമുണ്ട്. എലി പ്രാർത്ഥിക്കണേ അറിയാവോ? ഇല്ല. ഇപ്പൊ മനസ്സിലായോ? ഞാൻ തന്നെ അപ്പയുടെ അടുത്ത് പോവാതെ അമ്മയുടെ അടുത്ത്. അല്ല ഇത് ക്ലാസ്സിലെല്ലാം നടക്കൂട്ടെ. ക്ലാസ്സിൽ പടയൊക്കെ ഇങ്ങനെ കാണിക്കും. പിള്ളേരെ എല്ലാം പഠിക്കാനായിട്ട് കൊച്ചു പിള്ളേർ, പണ്ട് ഇപ്പോഴൊന്നും ഇല്ല കേട്ടോ, പണ്ട് കൊച്ചു പീർക്കാണ്ടി പിള്ളേർ വരും പഠിക്കാനായിട്ട്, വാണ്ടുകള്. അവരെ ഇതൊക്കെ കാണിച്ച് അവര് ചിരിയോ ചിരി, അവർക്ക് പാട്ട് വേണ്ട, അവസാനം പാട്ട് അതിന്റെ സൈഡിൽ കൂടെ കയറ്റി കൊടുക്കും, അപ്പം പിള്ളേര് പഠിക്കും. ഇതെന്താ കാരണം എന്ന് വെച്ചാൽ ഈ കുട്ടിയെ പഠിച്ചില്ല, ഓടിക്കളഞ്ഞു. ഈ കുട്ടി ആരും ഞങ്ങൾ തോറ്റുപോയ ഒരേ ആളാണ് ഇദ്ദേഹം. ഞങ്ങളുടെ ഇവളുടെ പാട്ടിയുണ്ട്, അതായത് അപ്പാടെ അമ്മ പാട്ടി എടുത്ത് പോയി പഠിച്ചു. രണ്ടുപേരും, ഇവളുടെ അനിയനും പാട്ടി എടുത്ത് പോയി. പാട്ടിയുടെ പിള്ളേരുടെ അടുത്ത് ഇവരായിരുന്നു ഫസ്റ്റ്. കറക്റ്റ്. ഇന്നു നമ്മൾ വന്ന് അപ്പൊ പാട്ടിയുടെ കൂടെ മെജോറിറ്റി ടൈം സ്പെൻഡ് ചെയ്തോണ്ടിരുന്നത്. ഇവര് വർക്ക് എവിടെയെങ്കിലും ടൂറിന് പോകുമ്പില്ലെങ്കിൽ പാട്ടി ഞങ്ങൾ കച്ചേരിക്കാ പോണത്. ടൂർ പോണതും കച്ചേരിക്ക് പോണത് വ്യത്യാസമുണ്ട്. പക്ഷെ അങ്ങനെ പറയണം. അപ്പൊ പാട്ടി തൊട്ടപ്പുറത്തെ വീട്ടിലെ താമസമുണ്ട്. പിള്ളേരെ ഇട്ടിട്ട് ഞങ്ങൾ ടൂർ പോയി എന്ന് പറയും. പറയല എന്ത് വേണോ പറഞ്ഞിട്ടാ. അപ്പൊ വന്ന് ഓപ്പോസിറ്റിലെ വീട്ടിലെ പാട്ടി താമസിച്ചേ. അപ്പൊ നമ്മൾ വന്ന് ഇവിടെ ഉറങ്ങാൻ മാത്രമേ വരുള്ളൂ. അപ്പൊ ഞങ്ങള് ഫുൾ ടൈം അവിടെ ഉണ്ടാവുള്ളൂ. സോ അവിടെ വന്ന് പാട്ടി വന്ന് രാവിലെ സ്റ്റാർട്ട് ചെയ്തിട്ട് ലളിതാ സഹസ്രനാമം എല്ലാമേ പഠിപ്പിച്ചു തരും. രാഗത്തില് ലളിതാ സഹസ്രനാമം കേട്ടോ ഫുള്ള് പഠിച്ചായിരുന്നു. ഇപ്പൊ ഒരു വരിയെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഇല്ല ഫുൾ പഠിച്ചില്ല. സിന്ദൂരാരുണ വിഗ്രഹം തൃണേനാം മാണിക്യമൗളി സ്ഫുരത് താരാനായക ശേഖരാം സ്മിതമുഖീം ആപീണ വക്ഷോരുഹാം പാണിഭ്യാം മലിപൂർണരത്ന ചഷകം രക്തോത്പലം വിഭ്രഹീം സൗമ്യാം രത്ന കടശ്ച രക്തചരണം ധ്യായത് പരമംബികാം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യ സമുദ്യത ഉദ്യദ്വാന സഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാഷാണ്ഡ്യ. ഇങ്ങനെ കുറെ. കുട്ടി നല്ല കുട്ടിയായിരുന്നു, നല്ല ടീച്ചർ പഠിപ്പിച്ചത് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പൊ ടീച്ചറിന്റെ കുഴപ്പമാണ്. രാവിലെ തൊട്ട് നൈറ്റ് വരെ ഇങ്ങനെ ഫുൾ ക്ലാസ്, എന്തോ മഞ്ചരി അങ്ങനെ ഏതോ കുറെ ഇങ്ങനെ ശ്ലോകംസ്, അത് കഴിഞ്ഞിട്ട് പാട്ട് ക്ലാസ്. സോ ഞാൻ ഫുൾ അവിടെ ഇരുന്ന് എല്ലാം കേൾക്കും. അത് കേട്ടതിന്റെ ഗുണമുണ്ട് കേട്ടോ. അതെ. പക്ഷെ ഈ സ്കൂളിൽ ഒന്നും കേട്ടില്ല. ഇവിടെ കുട്ടി ഇന്ന് വരെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞ് ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ശ്വേതയെ കൊണ്ടൊക്കെ പറയിപ്പിച്ചില്ലേ? എന്നിട്ടും കുട്ടി പഠിച്ചു. ശ്വേത വരുമ്പോ ഓടി വന്ന്, ചിലപ്പോ ശ്വേത പഠിക്കാൻ വരുമ്പോഴത്തേക്കും ചേച്ചി ഓടി വന്ന് ഞാൻ ചേച്ചിയുടെ കൂടെ പഠിക്കാതിരിക്കാന്ന് പറഞ്ഞു 5 മിനിറ്റിൽ ആളെ കാണാതെ. ഇവളുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ആൺകുട്ടികളെ ഫ്രണ്ട്സ്. എല്ലാരും കുറെ ഗ്രൂപ്പായിട്ട് വരുമ്പോഴത്തേക്കും ഇവള് വന്നിരിക്കും. അത് പ്രത്യേകം പറയാം. അതിലേക്കാണ് നമ്മൾ വരുന്നത്. അപ്പോഴാ വന്നിരിക്കും. പക്ഷെ അവിടെയും 10 മിനിറ്റ് എന്നാ അവരെങ്കിലും ഇരിക്കുമ്പോൾ ശരി വന്നിരിക്കൂലോ എന്ന് വിചാരിച്ചാൽ 10 മിനിറ്റ്. അത് എന്താ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം കർണാട്ടിക് മ്യൂസിക് എങ്ങനെയാന്ന് വെച്ചാൽ കീർത്തനങ്ങൾ എന്ന് പറഞ്ഞ ഒരു പല്ലവി തന്നെ ഒരു 10-8 സംഗതികൾ. എനിക്കെന്താ ഒരേ ലൈന് എന്തിനാ ഇത്ര സംഗതി ഒരേ ലൈൻ എങ്ങനെ ഇത്ര പാടി പാടുന്നേ? അതാണ് പൊറുമില്ലാത്തത്. ക്ലാസിക്കൽ പഠിക്കാൻ എനിക്ക് പൊറുമില്ല. ഒരേ ലൈൻ എന്തിനാ ഇത്രയും പ്രാവശ്യം ആവർത്തിക്കണം? പക്ഷെ അതാണ് ആ പാടുന്നതാണ്, ആ പഴ സംഗതി എടുത്ത് പാടുന്നതാണ് നമ്മളുടെ ത്രോട്ടിന് കൊടുക്കുന്ന ഒരു കട്ടി, ആ ഒരു സൈക്കിൾ ബാലൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇവള് പക്ഷെ ഉള്ളത് തുറന്നു പറയാനുള്ള 5 മിനിറ്റ് കൊണ്ട് പഠിക്കും. എളുപ്പം സംഗതികൾ ഇവള് ക്യാച്ച് ചെയ്യും. നല്ല ഗ്രാസ്പിംഗ് പവറാണ്. ഞാൻ പണ്ട് അങ്ങനെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ബാക്കി എല്ലാരും പാടുന്ന നമുക്ക് ബോറടിക്കണമെന്ന്. അതുകൊണ്ടാ കുട്ടി പഠിക്കാത്തത് അല്ലേ? കുട്ടി അതുകൊണ്ടാണ്. എന്നാ തന്നെ വരുമോ? ഇപ്പൊ ഞാൻ ചോദിച്ചു എന്നെ പഠിപ്പിച്ചാന്ന്. ഇപ്പൊ ടൈം ഇല്ലാന്ന് അമ്മാണ് പറഞ്ഞു. എനിക്ക് ടൈമില്ല. നീ പറയുമ്പോ എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. അതെ. ആരെയൊക്കെ പഠിപ്പിക്കാൻ നിഷേധിച്ചിട്ടുണ്ടെന്നുള്ള എനിക്കറിയാം.
അത് അതിലേക്ക് വരാം. അത് അതില് പോട്ടെ. ഞാനും നിശ്ചയിച്ച് നമുക്ക് ഒരാളാണ്. പറയണ്ട. അതെ അതെ അതെ. ഈ ധനുഷ് പഠിക്കാൻ വന്നിട്ടുണ്ടായിരുന്നത് ഏത് അത് ടൈമിലാണ്? ഓൺലൈന് കുറച്ച് നാളെ പഠിച്ചുള്ളൂ കേട്ടോ. കൊറോണ ടൈമിൽ ശ്വേത ഇങ്ങനെ ചേച്ചി ഇങ്ങനെ ധനുഷ് ഇങ്ങനെ ചോദിക്കുന്നു, ഇങ്ങനെ നമ്പർ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ നമ്പർ കൊടുത്തത്. അപ്പോൾ എൻ്റെ അടുത്ത് ഹായ് മാഡം ഞാൻ ധനുഷ് എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ഇങ്ങനെയാണ് ക്ലാസ് ആണ്, അതാ കണ്ടീഷൻസ് ഒക്കെ ഓക്കെയാണ്, ഒന്നും അതൊരു പ്രശ്നമില്ല. നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു, നല്ല സ്റ്റുഡൻ്റ് ആയിരുന്നു. കറക്റ്റ് എനിക്ക് എപ്പോഴും അറിയാം, ഒരു 11 രാവിലെ ഓൺലൈനാട്ടോ, കറക്റ്റ് 11 ആകുമ്പോഴേ കറക്റ്റ് വിളിക്കും, കറക്റ്റ് 12:01 പോവില്ല. ടൈം ആച്ച് രാവിലെ മറ്റേ വിഭൂതിയെല്ലാം ഇട്ട് രുദ്രാക്ഷമൊക്കെ ഇട്ട് ഇങ്ങനെ വന്നിരിക്കും. അവിടുന്ന് എനിക്ക് പുക കാണാം, ഇങ്ങനെ ഭസ്മവും അല്ല മറ്റേ എന്താണ് സാമ്പ്രാണിത്തിരി ഇതെല്ലാം വച്ച്. സോ കറക്റ്റായിട്ട് പഠിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് കൊറോണ നേരം കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു, ഞാൻ എനിക്ക് ചിലപ്പം വരാൻ പറ്റുമോ അറിയില്ല കണ്ടിന്യൂ ചെയ്യാൻ, കാരണം US പോയി, പിന്നെ ഡൽഹിയിൽ ഹിന്ദിയിലൊക്കെ അഭിനയിച്ച് അങ്ങനെ പുള്ളി അങ്ങ് തിരക്കായി പോയി. പിന്നെ ഇപ്പം കോണ്ടാക്റ്റ് ഒന്നുമില്ല. പിന്നെ ഇവളെ മറ്റേ ആ പടത്തിലെ ഒരു പാട്ട് പാടി, പക്ഷെ അത് പുള്ളി അറിഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല. അറിഞ്ഞിരിക്കും, ഓഫ് കോഴ്സ് അറിഞ്ഞു കാണാം. അത് വേറെ തിരക്കിട്ടുണ്ടാവും അതെ ആരാ പാടിയെന്നൊക്കെ. റഹ്മാൻ സാറിന്റെ അടുത്ത് ഇത് എത്തിയിട്ടുണ്ടായിരിക്കോ ശിവാംഗിയുടെ? റഹ്മാൻ സാറിന് ഇവളുടെ സൗണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് അവര് പുള്ളിയെ പറഞ്ഞില്ല, അമ്മ പറഞ്ഞ വീഡിയോ ഉണ്ടല്ലോ പറഞ്ഞത് ഹണി, നിങ്ങൾക്ക് ഹണി വോയിസ് എന്ന് പറഞ്ഞു. അത് പോരെ സാർ എന്തെങ്കിലും അഡ്രസ് ചെയ്ത പോരെ? നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കിച്ചണിൽ ഹണി ഇല്ലെങ്കിൽ ശിവാംഗിയുടെ വോയിസ് ഇട്ടാ മതിയെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, അത്രേ പറഞ്ഞോളൂ. അത്രയൊക്കെ പറഞ്ഞില്ല, എന്താണ് സാറിന്റെ വായിക്കാത്തത് അത്രയൊക്കെ കേൾക്കാന്ന് പറയാം. സാറ് ഞങ്ങൾ ഇപ്പൊ ഞാനും വിനീത് ശ്രീനിവാസൻ നമ്മളുടെ ഇന്റർവ്യൂവിന്റെ ചെറിയൊരു ഭാഗം ഇട്ടപ്പോ ഉണ്ടല്ലോ, എനിക്കിങ്ങനെ ധരിച്ചു വന്നു. ഞാനത് കണ്ടപ്പോ ഉണ്ടല്ലോ ഭയങ്കര അങ്ങനെ ഒരു ഫീലൊക്കെ ഉണ്ടാവുക പറയാൻ നമുക്ക് ജീവിതത്തിൽ ചിലപ്പോൾ 1-2 വട്ടമൊക്കെയാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെ ശിവാംഗി പഠിക്കണം എന്നുള്ളത് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ അങ്ങനെ വിട്ട് കളയാൻ തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവളുടെ കുസൃതി അത്രയ്ക്കും മേലെയായിരുന്നു. അതെ അതെ, മറ്റു പിള്ളേരെ എല്ലാം എനിക്ക് നിലയ്ക്ക് നിർത്താൻ പറ്റും, എന്റെ പിള്ളേരെ നിലയ്ക്ക് നിർത്താൻ പറ്റില്ല. പക്ഷെ മറ്റേ ആൾ അങ്ങനെയല്ലല്ലോ, കുറച്ചുകൂടെ സൈലന്റ് അല്ലേ? അവൻ കുറച്ചുകൂടെ സൈലന്റ് ആണ്. പക്ഷെ അവനും പാട്ട്, അവനോട് ഞാൻ എടാ ഒരു ഇത് പഠിക്കുക, ഒരു വർണ്ണം പഠിക്കുക, വർണ്ണം ഒരു 10 വർണ്ണം ഞാൻ പാടി കേൾപ്പിച്ചു. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരെണ്ണം അറിയാം, നോക്കുമ്പോൾ അവൻ അതെല്ലാം പാടുന്നു. അവനും അതെല്ലാം പാട്ടിനെടുത്ത് പഠിച്ചത് നല്ല. അതെ, ഞാൻ എന്റെ ബ്രദറാണ് പാട്ടിനെടുത്ത് പോയി പഠിച്ചേ. ഓർമ്മയുണ്ട് അവൻ അതെല്ലാം. ഞങ്ങൾ പാട്ടിരിക്കുന്നുല്ലേ, പാട്ടി രാവിലെ എഴുപ്പി വിടും, രാവിലെ എഴുന്നേപ്പിച്ചിട്ട് പൂജ പാർട്ടിസിപ്പേറ്റ് ചെയ്യും, എന്നിട്ട് കുക്കിംഗ്, അതിന് വന്ന് അപ്പളം പൊരിക്കാനല്ല പപ്പടം പൊരിക്കാനല്ല പഠിപ്പിച്ചു ഫസ്റ്റ് എനിക്ക് പാട്ടിയാ. അത് കഴിഞ്ഞിട്ട് വലിയ പഠനം, പാട്ടി എനിക്ക് രസം വെക്കാൻ കൂടെ പഠിപ്പിച്ചു. രസം വെക്കാൻ പഠിക്കുന്ന വലിയ പഠനം തന്നെയാണ്. ഞങ്ങൾക്ക് രസം വെച്ച് തന്നിട്ടുണ്ട്, ആവശ്യമുള്ളപ്പോ വെച്ചോളൂ അല്ലേടാ. ഞാൻ പുതിയ വീട്ടിൽ ഷിഫ്റ്റ് ആയിട്ട് ഞാൻ രസം ഉണ്ടാക്കും. രസം വെക്കാൻ പഠിച്ചു. വത്തക്കുഴമ്പ് ആർക്ക് വേണം? കണ്ടാ ഇങ്ങനെ ഇരിക്കുന്നവരെ അമ്മയ്ക്ക് ഞാൻ എന്തിനാ കുക്ക് ചെയ്ത് തരണ്ടേ? അപ്പൊ അന്ന് പാട്ടി മര്യാദക്ക് കുക്ക് ചെയ്ത് തരും. എന്നിട്ട് പാട്ടി വന്ന് തൈര് സാധം ഉരുണ്ട ചെയ്ത് അതിൽ ഓട്ടയിട്ട് രസം എല്ലാം ഇട്ട് ഇങ്ങനെ വായിൽ ഊട്ടി തരും. തൈര് സാധത്തില് ഒരു ഉരുളയിൽ ഒരു ഓട്ട ഇടും, എന്നിട്ട് അതിൽ വത്തക്കുഴമ്പ് ഇങ്ങനെ ഊത്തും. എന്നിട്ട് എന്നാ ടേസ്റ്റ് ആണെന്നറിയാമോ? സെമ്മ ടേസ്റ്റ്. ഞങ്ങളെല്ലാം കൈയോടെ ഇങ്ങനെ നിൽക്കും, ഞാന് ബ്രദറ്, ചില സമയം താത്ത കൂടെ നിൽക്കും. താത്ത എന്നിട്ട് എല്ലാവരും വന്ന് പാട്ടി ഒരു 2 നിറയെ തൈര് സാധം വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയിട്ട് ഓട്ട ഇട്ടിട്ട് ഇങ്ങനെ ഇത്, അതെല്ലാം ഒരു കാലം. നമുക്ക് വടക്കേ ഓട്ട ഇടാൻ അറിയില്ല. അത് ഈ അതായത് റീസെൻ്റ് ആയിട്ട് ടോപ്പ് കുക്ക് ഡൂപ്പ് കുക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമിൽ ഞാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് എനിക്കും ഒരു ചലഞ്ച് തന്നു, വട ഉണ്ടാക്കാൻ. നമുക്ക് ഈ വടക്ക് ഓട്ട ഇട്ടിട്ടുള്ള അങ്ങനത്തെ നമുക്ക് അറിയത്തില്ല, ഞാൻ ചെയ്യാറില്ലല്ലോ. എന്നിട്ട് വട ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഒരു ലൈറ്റർ ഒരെണ്ണം എടുത്തിട്ട് അതിൽ കുറച്ച് നീണ്ടിരിക്കുന്ന ഒരു ഭാഗമുണ്ട്, അങ്ങനെ എല്ലാ വടയും ഇങ്ങനെ കയറ്റിയിട്ടിട്ട് അങ്ങനെയാണ് വട ഉണ്ടാക്കിയത്. നോക്കും തിരിച്ചു നല്ല സൂപ്പർ വട. അതെ അതെ, അത് വേറൊരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പോട്ടെ, നമുക്കൊരു പാട്ടുകൂടെ പാടിയിട്ട്. ശിവാംഗി, ഞാൻ ഇതൊക്കെ പറഞ്ഞാലും ഞാൻ ഇടയ്ക്ക് ഈ രാഗവിദ്യ എന്നുള്ള രാഗരസമൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അതിൽ പന്തപുരാളി രാഗരസം ചെയ്തതിൽ അപ്പം ആ നേരത്തെ ഇങ്ങനെ പഠിക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഒരു കീർത്തനം പഠിപ്പിച്ചു കൊടുത്തു. രഘുവര ഞാപകം ഉണ്ടോ? ഞാൻ വെറുക്ക വള്ളമ്മ 2 പേര്. പക്ഷെ അതിൽ എത്ര സംഗതി അതിലല്ലേ പാടിക്കുക. രഘുവരനൻ
മരവത ഗുണ രാമ രഘുവര നന്നു 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 മരവത ഗുണ. പാടിയാ മതി, ഇടയ്ക്ക് നിർത്തണ്ട. അതൊക്കെ എങ്ങനെ വരും എന്നുവെച്ചാ ഇതൊക്കെ പാടി നോക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതുപോലെ കൺഫ്യൂഷൻ വരും.